നമസ്കാരം. ഒടുവിൽ ADGP അജിത് കുമാറിൻ്റെ കസേര തെറിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അജിത് കുമാറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രാത്രിയിൽ വളരെ തിരക്കിട്ട് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി ആ കത്തിൽ ഒപ്പുവെക്കുകയായിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. എന്നാൽ സായുധ ബറ്റാലിയനിൽ അദ്ദേഹം തുടരും. ക്രമസമാധാന ചുമതല പുതിയതായിട്ട് നൽകിയിരിക്കുന്നത് മനോജ് എബ്രഹാമിന്. മുന്നണിയിലുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വരും. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്ക് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പല ഘട്ടങ്ങൾ വരും. ഇപ്പോൾ തന്നെ ADGP അജിത് കുമാറിന്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് ചില ആഴ്ചകൾ തന്നെ മുഖ്യമന്ത്രി അതിനൊരു ഫയൽ തീരുമാനമെടുക്കാതെ റിപ്പോർട്ട് വരട്ടെ, DGPയുടെ റിപ്പോർട്ട് വരട്ടെ, കാര്യങ്ങൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ, അതുപോലെ CPM-നോട് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സ്വതന്ത്ര MLA PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും പത്രസമ്മേളനങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മുഖ്യമന്ത്രി എടുത്ത ഈ തീരുമാനം അതിനോട് എത്ര കണ്ട് ഘടകകക്ഷികൾ, പ്രതിപക്ഷ പാർട്ടികൾ, മറ്റുള്ളവർ യോജിക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇത് ഒരു ശക്തമായ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മേലുള്ള പല പേരുദോഷങ്ങളും അദ്ദേഹത്തിന് ഒഴിവാക്കാനായിട്ട് കഴിയും. പക്ഷെ അദ്ദേഹം നേരിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യും എന്നുള്ളതല്ല, എന്നാൽ അത് ഒഴിവാക്കുവാൻ അത് കാരണമായി തീരും. ഇത് പല പ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നിഷ്പക്ഷമായ നിലയിൽ, കുറ്റമറ്റ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതില്ല എന്നുണ്ടെങ്കിൽ വിശ്വസ്തന്മാരായ ഇത്തരത്തിലുള്ള ആളുകളെ മുഖ്യമന്ത്രിക്ക് കൈവിടേണ്ടതായിട്ട് വരും എന്നുള്ളൊരു സന്ദേശം കൂടെ അതിനകത്ത് നമുക്ക് ലഭിക്കുകയാണ്. ഇത് ഗുരുതരമായ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തത്. അജിത് കുമാറിനെ താഴെ ഇറക്കിയിട്ടല്ലാതെ സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോയ കുറച്ച് ആളുകളുണ്ട്. അവർക്കിത് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്. കാരണം അവരെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ അവർക്ക് കഴിയും. സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ യാതൊരു നടപടിയും എടുക്കുകയില്ല എന്നാണ് മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിൽ പോലും പറഞ്ഞത്. പത്രസമ്മേളനങ്ങളിലും ഈ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ നിവൃത്തിയില്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ വിശ്വസ്തരെ പോലും കൈവിടേണ്ടുന്ന സാഹചര്യം മുഖ്യമന്ത്രിക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ചെയ്തിരിക്കുകയാണ്. എന്നാൽ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസ്മിഷനിലെ വക്കലിലേക്ക് പോവുകയോ ആ നിലയിൽ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുമെന്നും ഇതുമാത്രം ചെയ്യുകയില്ല. കാരണം അടുത്തൊരു DGP ആകാനുള്ള ലിസ്റ്റിലെ പരിഗണനയിലുള്ള ആളാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ആ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത DGPയുടെ റാങ്കിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് അജിത് കുമാറിനെ പരിഗണിക്കുമോ? സ്ഥാനക്കയറ്റം തടയാൻ ഇത് കാരണമാകുമോ? അതോ ശ്രീജിത്തിന്, തൻ്റെ ജൂനിയറായ ശ്രീജിത്തിന് ആ സ്ഥാനം ലഭിക്കുമോ എന്നുള്ളതൊക്കെ മുന്നിൽ വലിയ ചോദ്യങ്ങളായി നിൽക്കുകയാണ്.
ഏതായാലും സൂപ്പർ DGP എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ADGPയുടെ ഈ സ്ഥാനം തെറിക്കുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിലെ വൻ കോളിലൊക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു വലിയ സംഭവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം ഇതിനെ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുകയും അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് പറയുകയും ചെയ്യാനിടയായി. തൃശ്ശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയാണല്ലോ ഈ ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കത്തക്ക നിലയിലേക്ക് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്. പ്രതിപക്ഷവും മറ്റു ഘടകകക്ഷികളുമെല്ലാം ഒരുപോലെ അതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നതിന്റെ വെളിച്ചത്തിൽ പ്രതിഷേധങ്ങൾ തണുപ്പിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഈ വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.